എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 1, 7, 8 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഗേദാവഹാ ജീവഭാജ ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിദം തുദ്ദുദുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നെൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയാണ്, അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ സൃഷ്ടി വ്യാപാരം, അതല്ലെങ്കിൽ അങ്ങയുടെ സൃഷ്ടി ലീലകൾ ദുസ്സഹമാണ് എന്ന് ആണ് ഞാൻ നേരത്തെയൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു ചിന്ത, ആ ഒരു ധാരണ എത്ര അബദ്ധജടിലാണ് എന്നതാ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തെറ്റാണ് ആ ധാരണകൾ എന്നിപ്പോൾ പൂർണ്ണ ബോധ്യായി. കാരണം എന്താ വെച്ചാൽ, അവിടുന്ന് ഈ സൃഷ്ടി ലീലകൾ നടത്തിയില്ലെങ്കിൽ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചില്ലെങ്കിൽ, പ്രപഞ്ച വസ്തുക്കളെ അവിടുത്തെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചില്ലെങ്കിൽ, ഈ ജീവജാലങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചില്ലെങ്കിൽ, ദാ അവിടുത്തെ ആശ്രയിക്കുന്ന ജീവികൾ, അവിടുത്തെ പാതാരവിന്ദത്തെ ആശ്രയിക്കുന്നവർ എങ്ങനെയാ അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ പാനം ചെയ്യാൻ സാധിക്കുമോ? എന്ന് മാത്രമല്ല, അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ പാനം ചെയ്തുകൊണ്ട് അതാണ് നോ ജീവാഃ കഥം വാ മധുരതരമിദം തുദ്ദുദുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അപ്പോൾ അവിടുന്ന് ഈ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചില്ലെങ്കിൽ, അടിയങ്ങളെ പോലെയുള്ളവർ, അവിടുത്തെ ആശ്രയിക്കുന്ന യോഗീശ്വരന്മാർ, ഋഷീശ്വരന്മാർ, മറ്റു എല്ലാ ജീവികളും അവിടുത്തെ എന്താ പറയുക, സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആറാടിക്കൊണ്ട് മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് ആനന്ദതുല്യരായിട്ട് ഭവിക്കാൻ എങ്ങനെയാ സാധിക്കുമോ? സാധിക്കില്ല. അവിടുന്ന് ഈ സൃഷ്ടിലീലകൾ നടത്തിയതുകൊണ്ടല്ലേ ഇങ്ങനെ അവിടുത്തെ അമൃതരസം വഴിയുന്ന ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ എന്നും മുങ്ങിപ്പൊങ്ങി ആ ആനന്ദലഹരിയിൽ എത്ര പാനം ചെയ്താലും, അതാണ് പാനം ചെയ്യാൻ തന്നെയാണ് പറയണത് ഇവിടെ. എത്ര പാനം ചെയ്താലും ആർക്കാണ്, എത്ര കുടിച്ചാലും അവിടുത്തെ ആ അമൃത രൂപം എത്ര പാനം ചെയ്താലും എത്ര കുടിച്ചാലും ആർക്കാണ് മതിയാവില്ല ഗുരുവായൂരപ്പ. അപ്പോൾ അവിടുന്ന് ഈ സൃഷ്ടി ലീലകൾ നടത്തിയതുകൊണ്ടാണല്ലോ ഈ ജീവജാലങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നത്. ചിദ്രസാർദ്രം മധുരതരം ഇതം ത്വദ്വപു. ചിത്തവും രസവും, അതായത് ജ്ഞാനവും ആനന്ദവും കലർന്നതാണ് അവിടുത്തെ സ്വരൂപം. എന്ന് മാത്രമല്ല, അത്യന്തം യോഗീശ്വരന്മാർക്ക് മനസ്സിനും ഹൃദയത്തിനും കണ്ണുകൾക്കും കാതുകൾക്കൊക്കെ കൗതുകത്തെ പ്രദാനം ചെയ്തണു. അങ്ങനെ ആ നേത്രൈശ്രോത്രൈശ്ച പീത്വാ, നേത്രേന്ദ്രിയങ്ങളെ കൊണ്ടും ശ്രോത്രേന്ദ്രിയങ്ങളെ കൊണ്ടും അങ്ങനെ പാനം ചെയ്യാണ്, കുടിക്കുകയാണ്. കാണുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, പാനം ചെയ്യാണ്. അതിന് സാധിക്കണില്ലേ? അത് അവിടുത്തെ ആ സൃഷ്ടികർമ്മങ്ങളെ കൊണ്ടല്ലേ, ഈ പ്രപഞ്ചവസ്തുക്കളെയും ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടല്ലേ. പരമരസസുധാംഭോധിപൂരേ രമേരൻ, പരമാനന്ദമാകുന്ന അവിടുത്തെ ആ അമൃത സമുദ്രം, ആ അമൃത സമുദ്രത്തിൻ്റെ തിരമാലകളിൽ കിടന്നങ്ങനെ, തിരക്കോളിൽ കിടന്നങ്ങനെ ആ മുങ്ങിപ്പൊങ്ങി നീന്തി തുട്ടിച്ചങ്ങനെ ആഹ്ലാദം കൊള്ളാൻ അടിയങ്ങളെ പോലെയുള്ള ജീവികൾക്കും, അവിടുത്തെ ആശ്രയിക്കുന്ന അടിയങ്ങളെ പോലുള്ള സജ്ജനങ്ങൾക്ക്, യോഗീശ്വരന്മാർക്കും ഋഷീശ്വരന്മാർക്കായാലും, ഏത് ജീവജാലങ്ങൾക്കായാലും, പക്ഷി മൃഗാദികളായിക്കോട്ടെ, ഏത് ജീവജാലങ്ങൾക്ക് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ
ആ പരമാനന്ദം ഇഴിഞ്ഞൊഴുകുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരമാലകളിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി ആറാടിയ ആനന്ദരസം, ആ അനുഭൂതി അനുഭവിക്കാൻ ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് ഈ സൃഷ്ടി ലീലകൾ നടത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഗുരുവായൂരപ്പ അവിടുന്ന് ഈ അവിടുത്തെ ആ സൃഷ്ടി ലീലകൾ ദുസ്സഹാവുമോ എന്നൊക്കെ നേരത്തെ വിചാരിച്ചെങ്കിലും ഇപ്പോൾ അടിയന് ബോധ്യമായി ആ ധാരണ തെറ്റാണ്. അവിടുത്തെ ആ ഈക്ഷണം എന്ന സങ്കല്പം കൊണ്ട് ആ മായയെ സ്വീകരിച്ച് ഈ സൃഷ്ടിലീലകൾ വിവിധങ്ങളായിട്ടുള്ള സൃഷ്ടിലീലകൾ നടത്തിയത് കൊണ്ടാണല്ലോ ഈ ജീവജാലങ്ങൾക്കെല്ലാം അവിടുത്തെ ആശ്രയിക്കാനും അവിടുത്തെ ആ സാന്ദ്രാനന്ദമയമായ ആ അമൃതസാഗരത്തിൽ ആ രൂപ വിഴിഞ്ഞൊഴുകുന്ന ആ സാഗരത്തിൽ കടന്ന് മുങ്ങിപ്പൊങ്ങാനും ആനന്ദം അനുഭവിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങനെ ആ അവിടുത്തെ മാധുര്യം വിഴിഞ്ഞൊഴുകുന്ന ആ രൂപാമൃത സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങാൻ സാധിക്കണത് അവിടുന്ന് ഈ സൃഷ്ടിലീലകൾ നടത്തിയത് കൊണ്ടാണ് എന്നിപ്പോൾ ബുദ്ധിയായി എന്നിങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയണു. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ ആ കാരുണ്യം ഒന്നും കൂടി ഉറക്കെ പറയാണ്. അവിടുത്തെ നമസ്കരിക്കുന്ന ഭക്തന്മാർ, നമ്രന്മാരുടെ മുമ്പിൽ അവിടുന്ന് ഉടനെ പ്രത്യക്ഷപ്പെടണു എന്നിങ്ങനെ ഭഗവാന്റെ ആ കാരുണ്യത്തിൻ്റെ മഹത്വം ആണ് അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് വർണ്ണിക്കണത്. നമ്രാണം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിം ച ഇദ്ധം നിശേഷലഭ്യോ നിരവധി ഖബല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർദ്ധിം വ്രജോയം. നമ്രാണം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിം ച. ഗുരുവായൂരപ്പ, അങ്ങേ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും പ്രസന്നവദനായിട്ട് സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് മുമ്പിലങ്ങനെ പ്രത്യക്ഷപ്പെടണു, സന്നിധാനം ചെയ്യണു എന്ന് മാത്രമല്ല, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്ന നമ്രന്മാരെ അവരെ ആവശ്യപ്പെട്ട് എന്ന് മാത്രമല്ല, ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ പോലും, അഭീഷ്ടങ്ങൾ പോലും അങ്ങ് സാധിപ്പിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണു. അതാണ് അവിടുത്തെ കാരുണ്യം. ഇല്ല, സുധാമാവിൻ്റെ കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ, ഇനി നമുക്ക് കാണാം. സുധാമാവ് എന്തെങ്കിലും ചോദിക്കേണ്ടായോ? സുധാമാവിൻ്റെ പത്നിയാണ് സുധാമാവിനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണത്. എന്നാൽ സുധാമാവ് ഭഗവാന്റെ അടുത്ത് ഒരു ദിവസം മുഴുവൻ താമസിച്ചിട്ടും എന്തെങ്കിലും ഒന്ന് തൻ്റെയും പത്നിയുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു വാക്ക് പോലും സുധാമാവ് ഭഗവാനോട് പറയേണ്ടായില്ല, ചോദിക്കേണ്ടായില്ല, ആവശ്യപ്പെടുണ്ടായില്ല. എന്നാൽ ഭഗവാൻ എന്തേ സുധാമാവിനെ തിരിച്ചു നൽകിയത്? അപ്പോൾ ഭഗവാന്റെ ആ പാദങ്ങളെ ഗോപികമാരുടെയൊക്കെ പോലെ ആത്മസമർപ്പണത്തോടുകൂടി ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ മുമ്പിൽ, നമ്രന്മാരുടെ മുമ്പിൽ അവിടുത്തെ പാതാരവിന്ദങ്ങൾ എവിടെ ഇരുന്ന ആരും വേണ്ടില്ല, നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് അവിടുന്ന് സന്നിധാനം ചെയ്ത് ആ ഭക്തന്മാർ, നന്മന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അഭീഷ്ടങ്ങൾ പോലും അവിടുത്തെ കാരുണ്യം കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണം. എന്ന് മാത്രമല്ല, പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഈ ഭൗതികമായിട്ടുള്ള മോഹങ്ങൾ മാത്രമല്ല, സച്ചിദാനന്ദം മുറ്റി നിൽക്കുന്ന ആ ഗതി, അതായത് മോക്ഷത്തെ പോലും അവിടുന്ന് എന്താ പറയുക, അവധിയില്ലാണ്ട് കോരി അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത്. അത് കാലത്തിൻ്റെ ദേശത്തിൻ്റെ ഒന്നും യാതൊരു അവസ്ഥാഭേദങ്ങളില്ല, അതിൻ്റെ അതിർത്തിയില്ല.
അങ്ങനെയാണ് അവിടുന്ന് ദാനം ചെയ്യണത്. അപ്പം അങ്ങനെ തന്നെ നമസ്കരിക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവർ ചോദിക്കാതെ തന്നെ വാരിക്കോരിക്കൊടുക്കുന്ന, അവരുടെ അഭിലാഷങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് അവധിയില്ലാത്തത്ര ഫലങ്ങൾ ഉള്ള ആ കൽപ്പവൃക്ഷമായിട്ട് വർത്തിക്കണു. എന്നിട്ട് ആ മേൽപ്പത്തൂർ ചോദിക്കണു, അങ്ങനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ചോദിക്കാണ്ട തന്നെ അഭീഷ്ടങ്ങൾ വാരിക്കോരിക്കൊടുക്കുന്ന കൽപ്പവൃക്ഷമായിട്ട് ഭക്തന്മാരുടെ മുമ്പിൽ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ എന്തിനാ ക്ഷുദ്രം തം ചക്രവാടീദ്രുമഭിലഷതി വ്യർത്ഥമർദ്ധിം വ്രജോയം. ആ ഇന്ദ്രൻ്റെ തോട്ടത്തിലുണ്ടല്ലോ ഒരു കൽപ്പവൃക്ഷം. എല്ലാവരും പറയുന്നുണ്ട് ആ കൽപ്പവൃക്ഷത്തിനോട് ചോദിച്ചാൽ എന്ത് വേണമെങ്കിൽ കൊടുക്കുന്നു. പക്ഷേ തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്തു വേണമെങ്കിൽ ചോദിക്കാണ്ട തന്നെ അഭീഷ്ടങ്ങൾ വാരിക്കോരി കാരുണ്യം കൊണ്ട് കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഈ ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ വൃക്ഷത്തെ, മരത്തെ ആഗ്രഹിക്കുന്നത്? അത് വെറുതെയാണ് ഗുരുവായൂരപ്പ എന്നിങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചും ഭഗവാന്റെ ആ ഭക്തന്മാരോടുള്ള അയം ഭക്തപരാധീന എന്ന് ഭഗവാൻ ഇങ്ങനെ എടുത്തെടുത്ത് പല സന്ദർഭങ്ങളിലും പറയേണ്ടത് അതിന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ തൻ്റെ ഭക്തന്മാരോടുള്ള വിധേയത്വം, ഭക്തന്മാരോടുള്ള ഭക്തി, കാരുണ്യം ഇവിടെ ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വിചാരം ചെയ്യാം, സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.